ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ കയ്പില്ലാത്ത ഒരു കയ്പക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് കയ്പക്ക നമ്മൾ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് വയ്ക്കുക. ഉപ്പിട്ട് നന്നായി കുഴച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കുക. അപ്പം അതിൻ്റെ കയ്പ് മുഴുവൻ ഇറങ്ങി വരും. നന്നായിട്ട് ഉപ്പിട്ട് കുഴച്ച് വെക്കണം. ഇത് നമ്മൾ കറി വയ്ക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ആദ്യമേ ഇത് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയായിരിക്കും നല്ലത്. അതിനുശേഷം ഇത് നന്നായി പിഴിഞ്ഞെടുക്കണം. ഒരു അരമണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നമുക്ക് കയ്പക്ക ഉപ്പേരി വെക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം കയ്പ് നന്നായി കുറയും. അപ്പോൾ കുട്ടികൾക്ക് നല്ല കയ്പുണ്ടെങ്കിൽ കയ്പക്ക കുട്ടികളൊന്നും കഴിക്കാറില്ല സാധാരണ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഉപ്പേരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളും. അതിനുശേഷം നമ്മൾ ഇത് ഒന്നുകൂടെ കുറച്ച് വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള ദശാവതാരം ദോശയുടെ റെസിപ്പി എല്ലാവരും കണ്ട് അത് ട്രൈ ചെയ്തവരൊക്കെ എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നന്ദി അതിന്. ഇങ്ങനെ കയ്പക്ക നമ്മൾ കഴുകിയെടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പിടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കയ്പക്ക, പിന്നെ കുറച്ച് തേങ്ങ, 2 ചെറിയുള്ളി, ഇത് അരച്ച് ചേർക്കാനുള്ളതാണ്. പിന്നെ ഒരു നുള്ളു പുളി, ജസ്റ്റ് ഒരു പുളി ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു നുള്ളു പുളി കൂടെ എടുക്കുന്നുണ്ട്. ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് എരിവിനനുസരിച്ച് നമുക്കെടുക്കാം. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് 2-3 ചെറിയുള്ളി അരിഞ്ഞതും ഉണക്കമുളകും കടുകും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കയ്പക്കയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ കയ്പക്കയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എരിവിനനുസരിച്ചിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കാം.
അത് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ എടുത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല, അപ്പോൾ അതുകൊണ്ട് പുളി ഒഴിക്കുന്ന വീഡിയോ റെക്കോർഡായില്ല. അപ്പോൾ നമ്മൾ ആ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ആ ഒരു നുള്ളു പുളി കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. തിള വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിക്കുക. ഇതിലേക്ക് തേങ്ങയും 2 ചെറിയ ഉള്ളിയും കൂടെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ നോക്കുക ഉപ്പൊക്കെ വേണമെന്നുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കറി ചെറുതായിട്ട് തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. തേങ്ങ ഒഴിച്ചിട്ട് കറി അധികം തിളപ്പിക്കരുത്. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് വെക്കും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിത് വറവിടാം. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാണ് ഞാൻ വറവിടുന്നത്. ഇതിലേക്ക് കടുകും ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വറവിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.